കണ്ണൂർ ശ്രീകണ്ഠാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഡിജിപിക്ക് പരാതി നൽകാനൊരുങ്ങി കുട്ടിയുടെ ബന്ധുക്കൾ. കഴിഞ്ഞ ദിവസമാണ് ചെങ്ങളായി സ്വദേശി ഫാദിലിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി നിഖിൽ, എന്താണ് ഈ സംഭവം? ഒപ്പം തന്നെ പരാതിയിൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലസ് 1 വിദ്യാർത്ഥിയെ 20ഓളം വരുന്ന പ്ലസ് 2 വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായത്. ഇതിന് പിന്നാലെ കുട്ടി ബോധരഹിതനായി വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കുട്ടി ചികിത്സയിൽ തുടരുന്നതിനിടയിൽ തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ബന്ധുക്കൾ ഡിജിപിക്ക് നൽകുന്ന പരാതിക്കൊപ്പം ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കണ്ണൂർ റൂറൽ എസ്പിക്ക് കൂടി പരാതി നൽകാൻ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് പരാതി നൽകും. അതിക്രൂരമായ മർദ്ദനത്തിനാണ് വിദ്യാർത്ഥി ഇരയായത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളും. ബന്ധുക്കൾ ഇന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി ഈ പരാതിക്കൊപ്പം നൽകുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. സ്കൂൾ വിട്ടതിന് ശേഷം റോഡിൽ വെച്ച് ഈ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്കും നിസ്സാര പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്ലസ് 2 വിദ്യാർത്ഥികളായ 6 പേർക്കെതിരെ സ്കൂൾ അധികൃതർ നടപടിയെടുത്തിരുന്നു. 6 പേരെ ഇന്നലെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഫാദിലിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കണ്ണൂർ റൂറൽ എസ്പിക്കും ഒപ്പം ഡിജിപിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ ആണ് വിവരങ്ങളുമായി ചേർന്നത്.